അതല്ലേ ഇത് വന്നിട്ട് ഒരു 6 മാസത്തിന് ശേഷമുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ട്രോബെറിന്റെ ക്രഷ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഓട്സിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് നോക്കാം കേട്ടോ. കുറച്ച് സ്ട്രോബെറി എടുത്തിട്ട് അതിൽ വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിയ സൈസ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ബൾക്കായിട്ട് സ്ട്രോബെറി കിട്ടിയ ടൈമിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചതായിരുന്നു. പിന്നെ ഇത് ഞാൻ ലാസ്റ്റ് ടൈം ഓട്സിൽ ആഡ് ചെയ്തതിന്റെ ബാക്കി വന്ന സ്ട്രോബെറിന്റെ ആ ഒരു പ്യൂരി ആയിരുന്നു. ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടോ. നോർമലി ആഡ് ചെയ്യുന്നത് ലെമൺ ആണ്, കാരണം ഇത് സ്ട്രോബെറി കോമ്പോട്ട് എന്നാണ് കേട്ടോ പറയാ. അപ്പം ലെമണിന് വന്നിട്ട് കുറച്ച് അസിഡിറ്റി കൂടുതലായതുകൊണ്ട് ഞാൻ ഓറഞ്ച് എടുക്കാന്ന് കരുതി. അപ്പം ഒരു അടിക്കട്ടിയിൽ ഇതുപോലുള്ള നോൺ സ്റ്റിക് പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വേണം കേട്ടോ ഇതിന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു ഹോം ബേക്കറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഫില്ലിങ്സ് ആയിട്ട് സ്ട്രോബെറി ക്രഷിന് പകരം നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഇങ്ങനെ സ്ട്രോബെറി കോമ്പോട്ട് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കല്. അപ്പം നമ്മൾ അതിനകത്ത് ഈ ഒരു ഓറഞ്ച് ജ്യൂസിന് പകരം ലെമൺ ജ്യൂസ് ആണ് ആഡ് ചെയ്യുക, കാരണം ലോങ് ലൈഫിന് വേണ്ടിയിട്ട്. പിന്നെ കുട്ടികൾക്ക് ലെമൺ കുറച്ച് അസിഡിക് ആയതുകൊണ്ട് ഓറഞ്ച് ആഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. then ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു പുളിപ്പ് ഉണ്ടാവും. പിന്നെ നമ്മൾ എന്തായാലും ഓട്സിലൊക്കെ ഇത് മിക്സ് ചെയ്യുമ്പോൾ അതായത് ഡേറ്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടല്ലേ കൊടുക്കുക, അതുകൊണ്ടാണ് കേട്ടോ മധുരം ഒന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അത് ഇതുപോലെ കുറുകി വന്നോളും. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഒരു 1-1.5 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. അതിൽ കൂടുതൽ തന്നെ ലൈഫ് ഉണ്ടാവും കേട്ടോ. പക്ഷെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സാധനം ഒരുപാട് കാലം അങ്ങനെ ഫ്രീസറിൽ വെച്ച് യൂസ് ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.